സംസ്ഥാനത്തെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെ ചൊല്ലി കോഴിക്കോട് നഗരത്തിൽ നാടകീയ രംഗങ്ങൾ. കോഴിക്കോട് നിപ്പ കൺട്രോൾ റൂമിന് മുന്നിൽ PA മുഹമ്മദ് റിയാസ് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും CPM നേതാക്കളും കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി. നിപ്പ ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ജനപ്രതിനിധികളെ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ 4 ദിവസമായിട്ടും ഇവിടെ ക്യാമ്പ് ചെയ്യ പോയിട്ട് വരാൻ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായി പരസ്യമായി പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലാണ് ഒരു യുവാവിന് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടത്. ഇപ്പോൾ 4-ാം ദിവസമാണ്. മുമ്പും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ഒരു മനസ്സും ശരീരവുമായി നിന്നുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത്. ഈ ഘട്ടത്തിലും ആ നിലയിൽ തന്നെ പോകണമെന്നുള്ള അഭിപ്രായമാണ് ഒരു MLA എന്നുള്ള നിലയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ബന്ധപ്പെട്ടവരെയും അറിയിച്ചത്. ഇതറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ജില്ലാ കലക്ടർ, ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നിവരുമായി സംസാരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിലപാട് എല്ലാവരോടും പറയുകയായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ അതായിരുന്നു പറഞ്ഞത്. കാരണം ഇതിലെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട വിഷയമാണ്. പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളെ ഒരു തരത്തിലും നിങ്ങളോട് പോലും ഈ 4 ദിവസം പങ്കുവച്ചിട്ടില്ല. കാരണം ആ പോരായ്മകൾ പർവ്വതീകരിച്ച് ജനങ്ങളിലൊരു ആശങ്ക സൃഷ്ടിക്കരുത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടാണ്. അതിപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഇവിടെ വന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇതിൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഒന്ന്, സാധാരണ ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക പതിവാണ്. 2016 LDF സർക്കാരിൻ്റെ കാലത്തും 2021 LDF സർക്കാരിൻ്റെ കാലത്തും നമ്മളത് കണ്ടതാണ്. എന്നാൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ 4 ദിവസമായിട്ടും ഇവിടെ ക്യാമ്പ് ചെയ്യ പോയിട്ട് വരാൻ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായി പരസ്യമായി പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. വ്യക്തിപരമായി ഒരു MLA എന്നുള്ള നിലയിൽ മന്ത്രിയെ ഫോണിൽ വിളിച്ച് നിങ്ങളിവിടെ വരണം, അങ്ങനെ പൊതു അഭിപ്രായമുണ്ട്, നിങ്ങളിവിടെ വന്നാലുള്ള ഒരു ഗുണം ഏകോപനം ശക്തിപ്പെടും, അത് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും, വന്നാൽ മാത്രം പോരാ, ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു 2021 സർക്കാരിൻ്റെ കാലത്ത് 2 തവണയാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്നത്തെ മുഖ്യമന്ത്രി ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഉടനെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അർദ്ധരാത്രി കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, പുലർച്ചെ മുതൽ തുടർച്ചയായി 10 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പൂർണ്ണമായും കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എല്ലാ ദിവസവും നിങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നു. എല്ലാ ദിവസവും അപ്ഡേഷൻ ഉറപ്പുവരുത്തിയിരുന്നു. കൺട്രോൾ റൂമിൽ കണ്ടെയ്ൻമെൻറ് സോണിനെ കുറിച്ചുള്ള വിവരങ്ങളും അതിലുള്ള ജനങ്ങളിൽ ആശങ്കയുണ്ടാകാതിരിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ, ഉദ്യോഗസ്ഥർ മാത്രമല്ല ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ധൈര്യം നൽകിയിരുന്നു. ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഉണ്ടായിരുന്നില്ല, ഒക്കെ വ്യക്തമായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമായിരുന്നു. അതിപ്പോഴും ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലിനെ ഒരു തരത്തിലും ചെറുതായി കാണുന്നില്ല. എല്ലാവരും നന്നായിട്ട് ഇടപെടുന്നു. അതിന് നേതൃത്വം കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള പോരായ്മകൾ ഈ 4-ാം ദിവസം പറയാതിരിക്കാൻ പറ്റാത്ത സ്ഥിതി വരികയാണ് ചെയ്തത്. അതും ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പം നടത്തിയൊരു പ്രതികരണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പ്രതിപക്ഷം ഒരു ആയുധം കിട്ടിയതുപോലെ ഇതിനുപയോഗിക്കുന്നുവെന്നാണ് നിരുത്തരവാദിത്തപരമായ പ്രസ്താവന ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷം നടത്തിയിട്ട് ഈ 4 ദിവസം നിങ്ങളിവിടെ ഇല്ലേ, എന്തെങ്കിലും പോരായ്മ പറഞ്ഞോ? പലരും ചൂണ്ടിക്കാട്ടിയ പ്രശ്നം പോലും പരസ്യമായി പറയാൻ
തയ്യാറാകാതെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി ദയവേദി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കരുത്. ഇവിടെ കായകൽപ്പം പരിപാടിക്ക് വന്നു, പരിപാടിക്ക് ആരും എതിരല്ല, പക്ഷേ ജില്ലയിലെ എല്ലാ MLA-മാരെയും വിളിച്ചു എന്നാണ് പറഞ്ഞത്, എന്നെ വിളിച്ചിട്ടില്ല. ബേപ്പൂര് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. ബേപ്പൂർ MLA വിളിച്ചില്ല, ഞങ്ങളുടെ ഓഫീസിൽ അറിയിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹയുടെ പ്രസംഗത്തിൽ പരാമർശം നടത്തി. പഴയ സർക്കാരിൻ്റെ പല ചെയ്തികളും ഞാനിവിടെ പറയുമെന്നുള്ള ഭയത്താൽ ചിലരിവിടെ വന്നില്ല. മുന്നിലുള്ള ചില കതർധാരികളുടെ കയ്യടി കിട്ടിക്കാണും. 1-2 മാധ്യമങ്ങൾ അത് വാർത്ത വന്നതിന് ശേഷമാണ് ഞാനത് അറിയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. എന്നോട് പലരും പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു പ്രതികരിച്ചില്ല. വേണ്ടാത്തൊരു വിവാദം വേണ്ട എന്നുള്ളതുകൊണ്ട് തിരിച്ചു പ്രതികരിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പരിപാടി അറിയില്ല, അറിയാത്തൊരു പരിപാടിക്ക് എങ്ങനെ വരാനാണ്, അറിയില്ല എന്നിവരെ അറിയിച്ചു.